ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. ഞാൻ ഇന്നലെ റേഷൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതൊരു BPL കാർഡിൻ്റെ ബില്ലാണേ. അപ്പോൾ എൻ്റെ കാർഡ് APL കാർഡാണ്. ഞാൻ 1 കിലോ അരിക്ക് 10 രൂപ 90 പൈസ കൊടുത്തിട്ടാണ് അരി വാങ്ങുന്നത്. അപ്പോൾ ഞാൻ എല്ലാ മാസവും വിചാരിക്കാറുണ്ട് 60 രൂപ ഇല്ലെങ്കിൽ എനിക്ക് റേഷൻ അരി പോലും വാങ്ങാൻ പറ്റില്ലല്ലോ എന്ന്. BPLന് ഒരുപാട് തവണ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. എന്നാൽ അർഹതയില്ല എന്ന് പറഞ്ഞ് റിജക്റ്റ് ആവുകയാണ് ചെയ്തത്. എനിക്കതിൽ പരാതിയൊന്നുമില്ല. പക്ഷേ ഒരു BPL കാർഡിൻ്റെ ബില്ലാണിത്. ഇതിനകത്ത് തരം തിരിച്ചിരിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് കണ്ടായിരുന്നോ? അതിനകത്ത് പുഴുക്കലരി, മട്ട അരി എല്ലാം ഉണ്ട്. അതിന് ചിലവ് വരുന്ന രൂപ 41 രൂപ 73 പൈസയാണ്. എന്നിട്ട് അതിൻ്റെ കേന്ദ്ര സർക്കാർ സബ്സിഡി എന്ന് പറഞ്ഞിട്ട് താഴെ ഒരു എമൗണ്ട് കൊടുത്തിട്ട് 9 രൂപയെ അവർ പേ ചെയ്യേണ്ടതായിട്ട് ഉള്ളൂ. അത് BPL കാർഡുകാർക്ക്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ APL കാർഡുകാർക്ക് ഇങ്ങനെ ഒരു സബ്സിഡി നിരക്കോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ബില്ലിനകത്ത് കൊടുത്തിട്ടില്ല. 10 രൂപ 90 പൈസ എന്ന് മാത്രമേ അടയാളപ്പെടുത്തിയിട്ടുള്ളൂ. ഈ ബില്ലിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ഒരു സാധനത്തിൻ്റെ ആ അരിയുടെ ആക്ച്വൽ പ്രൈസ് 10 രൂപ 90 പൈസയാണ്. നമുക്ക് സബ്സിഡി ഒന്നും കിട്ടുന്നില്ല എന്ന്. അതേസമയം BPL കാർഡുകാർക്ക് ഇത്രയും വിലയും കൂട്ടിയിട്ടിട്ട് ബാക്കി ഫുൾ അവർക്ക് സബ്സിഡി എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതായത് നമ്മൾ APLക്കാർക്കും സബ്സിഡി കിട്ടുന്നതാണോ അതോ BPLക്കാർക്ക് ഈ നിരക്ക് കൂട്ടിയിട്ട് സർക്കാർ അവരെ പറ്റിക്കുന്നതാണോ എന്ന്.